ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിലെ അടുത്ത മെയിൻ ടോപ്പിക്കായ അറേസിന് നമുക്ക് പഠിച്ചു തുടങ്ങാം. ഈ അറേസ് എന്ന ടോപ്പിക്ക് വളരെ വലിയൊരു ടോപ്പിക്കാണ്. സാധാരണ ഇതൊരു സെപ്പറേറ്റ് മോഡ്യൂളായിട്ടൊക്കെ കൊടുക്കാനുള്ളതാണ്. പക്ഷേ നിങ്ങളുടെ സിലബസിൽ ഇത് സെക്കൻഡ് മോഡ്യൂളിൽ 3 മെയിൻ ടോപ്പിക്സിൽ ഒരു ടോപ്പിക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ അറേസും ഫങ്ഷൻസും ഒക്കെ സെപ്പറേറ്റ് മോഡ്യൂൾസ് ആക്കാൻ മാത്രമുള്ള പോർഷൻസ് ഉണ്ട്. എന്തായാലും നമുക്കത് പഠിച്ചു തുടങ്ങാം. നമ്മുടെ സിലബസിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് സെക്കൻഡ് മോഡ്യൂളിലെ സിലബസാണ്. ഇതിൽ അറേസ് എന്ന് കൊടുത്തിട്ട് 1 ഡയമെൻഷണൽ ആൻഡ് 2 ഡയമെൻഷണൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ 1 ഡയമെൻഷണൽ അറേയാണ് നമ്മളിപ്പോൾ പഠിച്ചു തുടങ്ങാൻ പോകുന്നത്. എക്സാമിന് 2 പോർഷനിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ 2 ഡയമെൻഷണൽ അറേയിൽ നിന്നാണ് കമ്പൾസറി ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മെട്രിക്സ്, മൾട്ടിപ്ലിക്കേഷൻ പോലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വരാൻ പോകുന്നത്. അതെല്ലാം പ്രോഗ്രാംസാണ്, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ നമ്മളിവിടെ പഠിച്ചു തുടങ്ങാൻ പോകുന്നത് അറേസിൽ 1 ഡയമെൻഷണൽ അറേയാണ്. അത് കഴിഞ്ഞതിന് ശേഷമേ 2 ഡയമെൻഷനിൽ പഠിക്കുകയുള്ളൂ. ഇതിൽ സെക്കൻഡ് മോഡ്യൂളിൻ്റെ സിലബസാണിത്. തേർഡ് മോഡ്യൂളിൻ്റെ സിലബസ് ഇതാണ്. ഇതിൽ അവസാനത്തെ പോർഷനായ സോർട്ടിങ്, സെർച്ചിങ് ആൻഡ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, ഈ 3 ടോപ്പിക്സും കൂടെ ആക്ച്വലി അറേസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നതാണ്. ഈ സോർട്ടിങ്ങും സെർച്ചിങ്ങും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനും ഇതെല്ലാം ആക്ച്വലി പ്രോഗ്രാംസാണ്, വലിയ പ്രോഗ്രാംസാണ്. അത് നമ്മൾ ഏകദേശം കാണാതെ പഠിക്കേണ്ടി വരും. അതുപോലെ എക്സാമിന് ചോദിക്കും, നമ്മൾ എഴുതേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വലിയ പ്രോഗ്രാംസാണ് ഈ സോർട്ടിങ്, സെർച്ചിങ്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനും ഒക്കെ. ഇതും അറേസ് എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് വരുന്നത്. ഇത് രണ്ടും കൂടി ആക്ച്വലി ഒരു മോഡ്യൂളാക്കി കൊടുക്കേണ്ടതാണ്. പക്ഷേ നിങ്ങളുടെ സിലബസിൽ രണ്ട് മോഡ്യൂളായിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ എന്തായാലും നമ്മളിത് ഒരുമിച്ചായിരിക്കും പഠിക്കുന്നത്. ഈ സെക്കൻഡ് മോഡ്യൂളിലെ അറേസ് എന്ന് പറയുന്ന പോർഷനും പിന്നെ അതിൻ്റെ കൂടെ ഈ സോർട്ടിങ്, സെർച്ചിങ് ആൻഡ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, ഇത് രണ്ടും കൂടെ കപ്പിൾ ചെയ്തായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അതായത് സെക്കൻഡ് മോഡ്യൂളിൻ്റെയും തേർഡ് മോഡ്യൂളിൻ്റെയും പോർഷൻസ് ഒരുമിച്ചാക്കിയായിരിക്കും പഠിക്കുന്നത്. നമ്മൾ ആ ടോപ്പിക് എടുക്കുമ്പം ഞാൻ പ്രത്യേകം പറയാം, ഇത് തേർഡ് മോഡ്യൂളിലെ ടോപ്പിക്കാണ് എന്ന് പ്രത്യേകം പറയാം. എന്തായാലും നമ്മൾ ഒരുമിച്ചായിരിക്കും ഇത് പഠിച്ചു പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അറേസ് എന്താണെന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം. അതിൻ്റെ ബേസാണ് ഇന്ന് പറയുന്നത്. എന്താണ് അറേസ്? ഈ അറേസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്ന വേരിയബിൾസിനെയാണ് അറേസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുന്നതാണ്, ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഒരേ സമയം സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്ന വേരിയബിൾസിനെയാണ് അറേസ് എന്ന് പറയുന്നത്. അറേസും വേരിയബിൾസും രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, രണ്ടും ഒന്നല്ല. പക്ഷേ നമ്മൾ പറയുമ്പോൾ, സിമ്പിളായിട്ട് പറയുമ്പോൾ വേണമെങ്കിൽ പറയാം, ഒന്നിൽ കൂടുതൽ വാല്യൂസ്, മൾട്ടിപ്പിൾ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന വേരിയബിൾസിനെ നമുക്ക് വേണമെങ്കിൽ അറേസ് എന്ന് പറയാം. അപ്പോൾ ഈ നമ്മൾ വേരിയബിൾസ് എന്ന സംഭവം നമ്മൾ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലും ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലും ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലും ഒക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വേരിയബിൾസ് പല ഡാറ്റ ടൈപ്പിലുണ്ട്. ഇൻറ്റീജർ, ഫ്ലോട്ട്, ഡബിൾ, ക്യാരക്ടർ, സ്ട്രിങ് എന്നീ ഡാറ്റ ടൈപ്പിലെല്ലാം നമുക്ക് ഇൻറ്റീജേഴ്സ് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അറേസ് നമുക്ക് ഇൻറ്റീജറിലും ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലും ഡബിൾ ഡാറ്റ ടൈപ്പിലും ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലും എല്ലാം അറേസ് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഇൻറ്റ് A, B, സം എന്ന് കൊടുത്തു. അതായത് 3 വേരിയബിൾസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സപ്പോസ് ഇപ്പോൾ ഞാൻ A = 5 എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 5 എന്ന് പറയുന്ന ആ വാല്യൂ A എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും. അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് A = 10 എന്ന് കൊടുത്താൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ 5 എന്ന് പറയുന്ന വാല്യൂ ഈ A എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അതിനെ 10 എന്ന് പറയുന്ന വാല്യൂ കൊണ്ടങ്ങ് റീപ്ലേസ് ചെയ്യും. അതായത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ A എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 10 ആണ്. അതായത് അറ്റ് എ ടൈം ഒരു വേരിയബിളിൽ ഒരു വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഒരുമിച്ച് 5ഉം 10ഉം കൂടെ സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തില്ല. അറ്റ് എ ടൈം ഒരു വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇതിപ്പോൾ ഇൻറ്റീജർ ആയിരുന്നാലും, ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾ ആയിരുന്നാലും, ഡബിൾ ഡാറ്റ ടൈപ്പ് ആയിരുന്നാലും, ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലായിരുന്നാലും എല്ലാത്തിലും കൊടുത്തിരിക്കുന്ന ഒരു വാല്യൂവിനെ റീപ്ലേസ് ചെയ്ത് അതിനെ പുതിയൊരു വാല്യൂ നമുക്ക് റൈറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതായത് അറ്റ് എ ടൈം ഒരു വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ അറേസ് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം ഒരുപാട് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. എത്ര വാല്യൂസ് എന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പം നോക്കുക, ഞാനിവിടെ 6, 86, 33, 75 എന്നും പറഞ്ഞ് ഒരു ഇൻറ്റീജർ നമ്പേഴ്സ്, ഒരു 10 ഇൻറ്റീജർ നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 10 ഇൻറ്റീജർ നമ്പേഴ്സും ഒരുമിച്ച് ഒരു അറേ ആയിട്ട് സ്റ്റോർ ചെയ്യുക. അങ്ങനത്തെ സംഭവത്തിനെയാണ്, അങ്ങനെ മൾട്ടിപ്പിൾ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന വേരിയബിൾസിനെയാണ് അറേസ് എന്ന് പറയുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഒരുമിച്ച് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഉപയോഗം എന്തെന്ന് പറഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ വളരെ ചെറിയ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന്. സപ്പോസ് നമ്മളിപ്പോൾ ഒരു സീരീസിൻ്റെ മാർക്ക് സ്റ്റോർ ചെയ്യാനുള്ള, വെറുതെ ഡെമോയ്ക്ക് നിങ്ങളുടെ എക്സാമിൻ്റെ സീരീസിൻ്റെ മാർക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം ഉണ്ടാക്കുകയാണ്.
അപ്പോൾ നിങ്ങളുടെ സീരീസ് എന്ന് പറയുമ്പം 6 വിഷയം കാണും. ക്ലാസ്സിൽ ലെറ്റ്സ് 70 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഈ 70 സ്റ്റുഡൻസിൻ്റെയും 6 സബ്ജക്ട്സിൻ്റെയും മാർക്ക് സ്റ്റോർ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ എത്ര 7 × 6 അത്രയും വേരിയബിൾസ് ആവശ്യം വരും. ഓരോ സ്റ്റുഡൻറ്റിനെയും ഓരോ സബ്ജക്റ്റിനുള്ള മാർക്ക് സെപ്പറേറ്റ് സ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പോൾ 70 × 6 അത്രയും വേരിയബിൾസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ 60 സ്റ്റുഡൻസിൻ്റെ 6 സബ്ജക്റ്റിൻ്റെ മാർക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. 60 അല്ലെങ്കിൽ 70 സ്റ്റുഡൻസിൻ്റെ 6 സബ്ജക്റ്റിൻ്റെ മാർക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അത്രത്തോളം വേരിയബിൾസ് നമുക്ക് 400ഓളം വേരിയബിൾസ് ആ പ്രോഗ്രാമിന് വേണ്ടി വരും. അപ്പോൾ ഇത്രയും വേരിയബിൾസ് ഒന്നും ഒരു പ്രോഗ്രാം ഇട്ട് ഉപയോഗിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കത്തില്ല, വളരെ കോംപ്ലക്സ് ആയിപ്പോവും. അപ്പോൾ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമുക്ക് അറേസ് എന്ന് പറയുന്നത്. അറേ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഓരോ സ്റ്റുഡൻറ്റിനും ഓരോ അറേ വെച്ച് ക്രിയേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ 70 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 70 അറേ മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി. ഓരോ അറേയിലും 6 സബ്ജക്റ്റിൻ്റെ മാർക്ക് സ്റ്റോർ ചെയ്യാനായിട്ട്, അതായത് 6 അതിൻ്റെ അറേയുടെ സൈസ് 6 ആയിട്ട് ഫിക്സ് ചെയ്താൽ മതി. അതായത് അറ്റ് എ ടൈം 6 വാല്യൂസ് വരെ അതിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതായത് 6 സബ്ജക്റ്റിൻ്റെ മാർക്ക് നമുക്ക് ഒരു അറേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ 70 അറേസ് ഉണ്ടെങ്കിൽ നമുക്ക് 70 സ്റ്റുഡൻസിൻ്റെ മാർക്കും സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അപ്പം ഒരു 400 വേരിയബിൾസിന് പകരം വെറും 70 അറേസ് കൊണ്ട് നമുക്ക് ഈ 70 സ്റ്റുഡൻസിൻ്റെ 6 സബ്ജക്റ്റിൻ്റെ മാർക്ക് നമുക്കൊരു പ്രോഗ്രാമിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞ ഒരു സിറ്റുവേഷൻ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വേരിയബിൾസ് നമുക്ക് ഹാൻഡിൽ ചെയ്യുന്നതിന് പകരം നമുക്കിങ്ങനെ അറേസ് ഉപയോഗിച്ച് വളരെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഇതിനേക്കാളും സിംപ്ലിഫൈ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകളുണ്ട്. അത് നമുക്കിപ്പം പഠിക്കേണ്ട. ഇപ്പം നമ്മൾ അറേസ് മാത്രം പഠിച്ചാൽ മതി. അപ്പം ഇതാണ് അറേ എന്ന് പറയുന്ന സെറ്റപ്പിൻ്റെ ആ ഒരു സംഭവത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, അതായത് ഒന്നിൽ കൂടുതൽ വാല്യൂസ് നമുക്ക് ഒരുമിച്ച് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഈ അറേ ഒരു വേരിയബിളും അറേയും കൂടെ കണ്ടാൽ എങ്ങനെയാണ് അറേ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ, ഇവിടെ NUM എന്ന് പറയുന്ന ഒരു കീവേഡ് കൊടുത്തിട്ടുണ്ട്, പേര്. അതിൻ്റെ കൂടെ ഈ സ്ക്വയർ ബ്രാക്കറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെയാണ് അറേ എന്ന് പറയുന്നത്. ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ്സ് വരുന്ന സാധാരണ ഈ NUM എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൻ്റെ കൂടെ സ്ക്വയർ ബ്രാക്കറ്റും കൂടെ ഇട്ട് കൊടുത്താൽ അത് അറേ ആയി. ഈ അറേസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റും കൂടെ ഇട്ട് കൊടുത്താണ്. ഈ എന്ന് പറയുന്ന ആക്ച്വലി വേരിയബിൾ അല്ല, അതൊരു അറേ ആണ്. നമുക്കത് അറേ ആണെന്ന് മനസ്സിലാക്കുന്നത് ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുമ്പോഴാണ്. അങ്ങനെ ഇതൊരു അറേയാണ്, ഇത് ഒരു അറേയാണ്. സ്മോൾ ലെറ്റർ എ കഴിഞ്ഞിട്ട് 2 സ്ക്വയർ ബ്രാക്കറ്റ്സ് ഇട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റർ എ ഇട്ടിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുന്നു. ആവറേജ് എന്ന് എഴുതി, അതും ഒരു അറേയുടെ പേരാണ്, എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതിങ്ങനെയാണ് അറേസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്ത്. ശ്രദ്ധിക്കുക, സിമ്പിൾ ബ്രാക്കറ്റ്സ് അല്ല ഇട്ട് കൊടുക്കേണ്ടത്. സിമ്പിൾ ബ്രാക്കറ്റ്സ് ഇട്ട് കൊടുത്താൽ അതൊരു ഫംഗ്ഷനായിട്ട് മാറും. പക്ഷേ നമ്മൾ അടുത്ത ടോപ്പിക്കിൽ പഠിക്കത്തേ ഉള്ളൂ. ഇങ്ങനെ സിമ്പിൾ ബ്രാക്കറ്റ്സ് ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അതിനെ ഫംഗ്ഷൻ എന്നായിരിക്കും വിളിക്കുന്നത്. ആ സിമ്പിൾ ബ്രാക്കറ്റ്സിനെ ആക്ച്വലി ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് എന്ന് സാധാരണ പറയാറുണ്ട്. അപ്പോൾ നമ്മളവിടെ സിമ്പിൾ ബ്രാക്കറ്റ്സ് അല്ല ഇട്ട് കൊടുക്കേണ്ടത്. അറേസ് ആണെങ്കിൽ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്സ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ഈ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്തത് ഇങ്ങനെയാണ്: ഇൻറ്റ് A, B, സം, ഫ്ലോട്ട് AVG എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സിമ്പിളായിട്ട് വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ അറേസിനെയും ഡിക്ലെയർ ചെയ്യുന്നത്. ഈ അറേസ് ഡിക്ലെയർ ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇൻറ്റ് എന്ന് എഴുതി, നം, എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് 5 എന്ന് എഴുതി. അതായത് ഇവിടെ ഒരു ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള അറേ ഡിക്ലെയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണിത്. ഈ എന്ന് പറയുന്ന അറേയുടെ പേരാണ്. അറേ നമ്മുടെ വേരിയബിൾസിനൊക്കെ പേര് കൊടുത്തതുപോലെ ഇത് അറേയുടെ പേരാണ് എന്നുള്ളത്. അറേ നെയിമാണ് എന്നുള്ളത്. അതിൻ്റെ കൂടെ ഈ സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് 2 സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് 5 എന്ന് പറയുന്ന ഒരു ഡിജിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഇപ്പോഴൊരു ഇൻറ്റീജർ നമ്പറൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇക്വേഷനോ എന്തെങ്കിലും ആയിരിക്കും. എന്തായാലും അതൊരു ഇൻറ്റീജർ വാല്യൂ തരുന്ന ഒരു ഇക്വേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും വേരിയബിളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്പറോ തന്നെ ആയിരിക്കും. ഇതിൻ്റെ അകത്ത് സാധാരണ ഈ ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള വാല്യൂ ഒന്നും വരത്തില്ല. എന്തായാലും ഇൻറ്റീജർ നമ്പറേ വരത്തുള്ളൂ. ഈ ഇൻറ്റീജർ നമ്പർ കാണിക്കുന്നത് ആ അറേയുടെ സൈസാണ്. അറേയുടെ സൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ നം എന്ന് പറയുന്ന അറേയിൽ എത്ര വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ സാധിക്കും, അതിനെയാണ് സൈസ് എന്ന് പറയുന്നത്. ആ സൈസിനെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. ഇതിനെ പിന്നെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും, അത് വിടുക. അപ്പോൾ ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് ഉദ്ദേശിക്കുന്നത് നം എന്ന് പറയുന്ന ഒരു അറേ ഡിക്ലെയർ ചെയ്തു. ആ അറേയുടെ സൈസ് എന്ന് പറഞ്ഞാൽ 5 ആണ്. അതായത് 5 വാല്യൂസ് വരെ സ്റ്റോർ ചെയ്യാം. നിർബന്ധമായും 5 വാല്യൂസ് സ്റ്റോർ ചെയ്യണം എന്നല്ല. വേണമെങ്കിൽ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ 2 3 വാല്യൂസുമായിട്ട് സ്റ്റോർ ചെയ്യാം. എന്തായാലും മാക്സിമം 5 വാല്യൂസ് വരെ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്ന അറേയാണ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തത്. അറേയുടെ പേരാണ് നം എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഇവിടെ ഇൻറ്റ് A, B എന്ന് പറഞ്ഞിട്ട് B മാത്രം ബ്രാക്കറ്റിൻ്റെ അകത്ത് 3 എന്ന് കൊടുത്തിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഇവിടെ A എന്ന് പറയുന്നത് സാധാരണ ഒരു വേരിയബിളാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ B എന്ന് പറയുന്ന ഒരു അറേയും കൂടെ നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ്. അപ്പം ഒരു വേരിയബിളിനെയും അറേയും നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് തന്നെ ഡിക്ലെയർ ചെയ്യാം, ഇങ്ങനെ കോമയായിട്ട് ഒരുമിച്ച് തന്നെ ഡിക്ലെയർ ചെയ്യാം.
അപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്ന പേരിലാണ് ഒരു അറേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 3 ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പ്രോഗ്രാമിൽ ഒരേ നെയിമിലുള്ള വേരിയബിളും അറേയും വരാൻ പാടില്ല. ഇപ്പോൾ ഈ ഒരു സ്റ്റേപ്പിന് നോക്കുക, ഇൻറ്റ് എ എന്ന് പറഞ്ഞ് അറേ 5 സൈസ് സെറ്റ് ചെയ്ത ഒരു അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് റൺ ചെയ്യാനൊക്കത്തില്ല, എറർ കാണിക്കും. കാരണം ഒരു വേരിയബിളിൻ്റെ നെയിമും അറേയുടെ നെയിമും രണ്ടും സെയിം വരാൻ പാടില്ല, രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കണം. ഒരു അറേ പേര് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം നെയിമിൽ ഒരു വേരിയബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, എറർ കാണിക്കുക. അപ്പോൾ ഡിഫറെൻറ്റ് നെയിംസ് വേണം. പിന്നെ അതേപോലെ തന്നെ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള ഒരു അറേ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. AVG ആണ് അറേയുടെ പേര്. അതിൽ 20 വാല്യൂസ് വരെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇത് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള അറേയാണ് AVG എന്ന് പറഞ്ഞാൽ, അതായത് ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള വാല്യൂസ് നമുക്കിതിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഡബിൾ ഡാറ്റ ടൈപ്പിൽ % എന്ന് പറഞ്ഞൊരു അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടർ ഡാറ്റ ടൈപ്പിൽ വേർഡ് എന്ന് പേരുള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സംഭവം ഇതിനെ ക്യാരക്ടർ അറേ എന്നാണ് പറയുന്നത്. അതായത് ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള അറേ, അതിനെ ക്യാരക്ടർ അറേ എന്ന് പറയും. ഇവിടെ ഞാൻ അറേയുടെ സൈസ് 10 ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 10 ക്യാരക്ടേഴ്സ് അതിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്ന വേർഡ് എന്ന പേരുള്ള ഒരു ക്യാരക്ടർ അറേയാണ് ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഈ സംഭവം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ C പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഈ ക്യാരക്ടർ അറേക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഒരുപാട് റോളുണ്ട്. അത്രത്തോളം ഇമ്പോർട്ടൻസ് C++ലില്ല. സംഭവം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ C പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പഠിച്ചവർക്കറിയാം, C പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ സ്ട്രിംഗ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ഇല്ല. അതായത് നമുക്കൊരു വേർഡൊക്കെയാണ് ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ നമ്മുടെ C++ലാണെങ്കിൽ സ്ട്രിംഗ് ഡാറ്റ ടൈപ്പിൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് അതിൽ നമുക്ക് വേർഡ്സ്, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. വേണമെങ്കിൽ മൾട്ടിപ്പിൾ വേർഡ്സ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ പേര് കൈലാസ് ശ്രീചന്ദ്രൻ, ഇങ്ങനെ 3 വേർഡ്സ് തന്നെ നമുക്കൊരു സ്ട്രിംഗ് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അത് C++ൽ മാത്രമേ പറ്റൂ. C പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ ഈ വേർഡ്സിനെ അല്ലെങ്കിൽ സിംഗിൾ വേർഡ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വേർഡ്സിനെ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ക്യാരക്ടർ അറേയാണ്. ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള അറേ ഉപയോഗിച്ചാണ് നമ്മൾ സ്ട്രിങ്ങിനെയൊക്കെ C ലാംഗ്വേജിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ C ലാംഗ്വേജിൽ ഈ ക്യാരക്ടർ അറേക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട്, കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ C++ൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറയാം. കാരണം C++ൽ ആൾറെഡി സ്ട്രിംഗ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു സ്ട്രിംഗ് വാല്യൂവിനെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ സാധാ വേരിയബിൾ ഉപയോഗിച്ച് തന്നെ നമുക്കത് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. പക്ഷേ C ലാംഗ്വേജിലാണെങ്കിൽ അങ്ങനെ പറ്റത്തില്ല. അറേ ഉപയോഗിച്ച് മാത്രമേ, ഒരു ക്യാരക്ടർ അറേ ഉപയോഗിച്ച് മാത്രമേ ഒരു വേർഡിനെ നമുക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിനെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഞാനിവിടെ പറഞ്ഞതേ ഉള്ളൂ, അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള അറേയാണ്. അതായത് ഈ വേർഡ് എന്ന് പറയുന്ന അറേയിൽ 10 ക്യാരക്ടേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് അറേ ഡിക്ലെയർ ചെയ്യുന്ന പ്രൊസീജിയർ. അതായത് ഒരു അറേ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും പോലെ തന്നെ അറേയും ഡിക്ലെയർ ചെയ്യുന്നത്. പ്രത്യേകം എന്തെന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് ഒരു വാല്യൂയും കൂടെ ഇട്ട് കൊടുക്കണം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് വാല്യൂ ഇല്ലാതെയൊക്കെ ഡിക്ലെയർ ചെയ്യുന്നത് കാണാം. അങ്ങനെയും കുഴപ്പമില്ല, വാല്യൂ ഇല്ലാതെ തന്നെ ഈ സൈസ് ആദ്യമേ സെറ്റ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. എന്നാലും കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് ഞാൻ തൽക്കാലം ഇങ്ങനെ പഠിപ്പിക്കുന്നുള്ളൂ. നിങ്ങൾ വാല്യൂ സൈസ് സെറ്റ് ചെയ്ത് തന്നെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. അങ്ങനെ ശീലിച്ചാൽ മതി. അങ്ങനെ സൈസ് സെറ്റ് ചെയ്തില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ബ്രാക്കറ്റ്സ് മാത്രം മതി, അകത്ത് വാല്യൂ ഒന്നും ഇല്ല എങ്കിലും സിൻടാക്സ് എറർ ഒന്നും ഇല്ലാതെ വർക്കായിക്കോളും. പക്ഷേ നിങ്ങൾ ഈ തൽക്കാലം ഇങ്ങനെ പഠിച്ചാൽ മതി. കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ സൈസും കൂടെ എഴുതിയായിരിക്കും നമ്മൾ അറേസിനെ ഡിക്ലെയർ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ അറേയുടെ പേര് കൊടുക്കുന്ന ഈ നം എന്നും ബി എന്നും ഇവിടെ AVG എന്നും % എന്നൊക്കെ നമ്മൾ പേര് കൊടുത്തല്ലോ. അത് സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഐഡൻറ്റിഫയർ ആണ്. ഈ ഐഡൻറ്റിഫയർ നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ പഠിച്ചു, സെയിം സ്ലൈഡ് തന്നെ പഠിച്ചു. ഒരു വേരിയബിൾസിൻ്റെയോ ഫങ്ഷൻസിൻ്റെയോ അറേസിൻ്റെയോ ഒക്കെ നെയിം ആണ് നമ്മൾ ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. ആ ഐഡൻറ്റിഫയറിന് നമുക്ക് കുറച്ച് റൂൾസ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് വേരിയബിൾസിന് എങ്ങനെയാണ് പേര് കൊടുക്കേണ്ടത് എന്ന് കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് നമ്മൾ കണ്ടു. അതിൽ ലെറ്റേഴ്സും ഡിജിറ്റ്സും ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പർ കേസ് ലെറ്റേഴ്സും ലോവർ കേസ് ലെറ്റേഴ്സും ഡിഫറെൻ്റ് ആണ്. കീവേഡ്സ് നമുക്ക് ഒരു വേരിയബിളിൻ്റെ പേരായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. വേരിയബിളിൻ്റെ പേരിൽ വൈറ്റ് സ്പേസസ് യൂസ് ചെയ്യാൻ പാടില്ല. അതൊരിക്കലും ഒരു ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അതിൽ സ്പെഷ്യൽ സിമ്പിൾസ് ആയിട്ട് അണ്ടർസ്കോർ മാത്രമേ പാടുള്ളൂ. വേറെ ഒരു സ്പെഷ്യൽ സിമ്പിളും വേരിയബിളിൻ്റെ പേരിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ സെറ്റ് ഓഫ് റൂൾസ് ഒക്കെ പഠിച്ചതാണ്. ഈ പേരിലൊന്നും നമുക്ക് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഒരിക്കലും ഒരു ഡിജിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയബിൾ നെയിം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ ഇത് റിസർവ്ഡ് വേർഡ്, ഇൻ്റ് എന്നുള്ള റിസർവ്ഡ് വേർഡാണ്. അപ്പോൾ റിസർവ്ഡ് വേർഡ്സ് ഒന്നും നമുക്ക് വേരിയബിൾ നെയിമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല.
അപ്പം അങ്ങനെ കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് നമ്മൾ പഠിച്ചു, എങ്ങനെയാണ് വേരിയബിൾസിനെ നെയിം ചെയ്യാമെന്ന്. ആ സെയിം റൂള് തന്നെയാണ് ഇവിടെയും ഉള്ളത്. അതായത് ഈ അറേസും ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് വരുന്ന ഒരു ടോക്കണാണ്. അറേസിൻ്റെ പേര് കൊടുക്കാനും ഇതേ സെറ്റ് ഓഫ് റൂൾസ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വേരിയബിൾസിനെ നെയിം ചെയ്യാൻ ഉപയോഗിച്ച സെയിം സെറ്റ് ഓഫ് റൂൾസ് തന്നെയാണ് അറേസ് ഡിക്ലെയർ ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നത്. അറേസ് ആയിരുന്നാലും ഫംഗ്ഷൻ്റെ നെയിമും നമ്മൾ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഇതേ റൂൾസ് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ റൂൾസ് ഫോളോ ചെയ്യുന്നത് പ്രകാരമാണ് നം എന്നും ബി എന്നും AVG എന്നും പെർസെൻ്റ് എന്നും വേർഡ് എന്നും ഒക്കെ ഉള്ള നമ്മൾ അറേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. പിന്നെ അഡീഷണലായി ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, വേരിയബിളിൻ്റെ പേരും അറേയുടെ പേരും സെയിം ആവാൻ പാടില്ല. ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അല്ലാതെ ബാക്കി ഈ സെറ്റ് ഓഫ് റൂൾസ് അനുസരിച്ചാണ് നമ്മൾ അറേസിൻ്റെ പേര് നെയിമിങ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു അറേസിന് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഇത്രയും മതി. ബാക്കി അടുത്ത വീഡിയോയിൽ ഒരു അറേസിനെ എങ്ങനെയാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.